നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വിറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ്. എന്താ ഇക്വിറ്റോറിയൽ ലൈൻ? മറ്റൊരു വാക്കാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നോക്കൂ, എന്താ ഇക്വിറ്റോറിയൽ ലൈൻ നോക്കാം. എ ബി എന്ന് പറയുന്ന ഡൈപോൾ, അതിന്റെ സെന്റർ O, ഡൈപോളിന്റെ ലെങ്ത് 2a, -q +q ചാർജുകളുണ്ട്. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ, ആ ലൈനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ. സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്, പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയും. അങ്ങനെയുള്ള ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ പി. ആ പി എന്നുള്ള പോയിന്റിലേക്ക് സെന്റർ ഓഫ് ദ ഡൈപോൾ, എല്ലാ ദൂരങ്ങളും സെന്റർ ഓഫ് ദ ഡൈപോൾ എന്ന് അളക്കുക. സെന്റർ ഓഫ് ദ ഡൈപോൾ എന്നുള്ള ദൂരമാണ് ആ. അപ്പൊ നമുക്ക് കാണുന്നത് പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ്. വീണ്ടും +q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നിവ തമ്മിൽ സൂപ്പർ ഇമ്പോസിഷൻ നടത്തി റിസൾട്ടന്റ് കാണുന്നു. അപ്പൊ +q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കുക, E1 പുറത്തേക്ക് സ്ട്രൈറ്റ് ലൈനോട് ഇടമാർക്ക്. -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 സ്ട്രൈറ്റ് ലൈൻ ഉള്ളിലേക്ക് ഇടമാർക്ക്. അപ്പൊ E1 ഇങ്ങനെ, E2 ഇങ്ങനെ. E1 ഉം E2 ഉം മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? നോക്കൂ, രണ്ടും ചാർജ് സെയിം ആണ്. ഈ പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായതുകൊണ്ട് BP എന്ന് പറയുന്ന ദൂരവും AP എന്ന് പറയുന്ന ദൂരവും സെയിം ആവും. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 q/BP². അപ്പൊ +q കാരണവും -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 1/4πε0 q/BP². ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല ഉപയോഗിച്ചു. അതില് BP എന്നുള്ളവർക്ക് എന്ത് എഴുതാം? BPയും AP ഒക്കെ തുല്യമാണ്. എത്രയത്? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. നോക്കൂ, BP AP ഒക്കെ ഹൈപ്പോട്ടന്യൂസ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ. അപ്പൊ അതില് നോക്കൂ, അഡ്ജസന്റ് സൈഡ് A ആണ്, ഇവിടെ ഹൈറ്റ് നമുക്ക് R ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് വിൽ ബി √r² + a². സോ BP അല്ലെങ്കിൽ AP is equal to √r² + a², അല്ലെങ്കിൽ r² + a² all⁻². അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് E1 അല്ലെങ്കിൽ E2 മാഗ്നിറ്റ്യൂഡ് +q ന്റെ ആണെങ്കിലും വേണ്ടില്ല, -q ന്റെ ആണെങ്കിലും വേണ്ടില്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് E1 ഉം E2 ഒക്കെ തുല്യമാണ്. എത്രയത്? 1/4πε0 q/r² + a² all⁻². അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ഹാഫും 2 ക്യാൻസൽ ചെയ്ത് പോവും. ഉത്തരം 1/4πε0 q/r² + a². അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E1 ഉം E2 മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. E1 +q കാരണമുള്ളത്, E2 -q കാരണമുള്ളത്. മാഗ്നിറ്റ്യൂഡ് സെയിം, ബട്ട് ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇനി എങ്ങനെ കൂട്ടാൻ പറ്റുക? ഈ രണ്ട് വെക്ടേഴ്സിനെ, വെക്ടർ E1നെയും വെക്ടർ E2നെയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വർഷം പഠിച്ച റെക്ടാംഗുലർ കമ്പോണൻസ് എന്നുള്ള ഭാഗം ഓർമ്മിക്കണം. എന്താ റെക്ടാംഗുലർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ? ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ നിങ്ങൾക്ക് രണ്ട് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതൊരു ആംഗിൾ വെച്ച് കാണിക്കുകയാണെങ്കിൽ ആംഗിളിന്റെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റും ആംഗിളിന് അടുത്തല്ലാത്ത പെർപെൻഡിക്കുലർ കമ്പോണന്റ് സൈൻ കമ്പോണന്റ് വരും. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതേപോലെ നമ്മൾ ഇവിടെ നോക്കൂ. അപ്പൊ E1 എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്യാൻ പോവാണ്. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഈ തീറ്റ ഇത് ആംഗിൾ ആണ് വിചാരിക്കുക. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നോക്കൂ, ഇതേ ലൈനാണ് നമ്മൾ ഇങ്ങോട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചത്. ഈ ലൈനിന് പാരലാണ് ഞാൻ ഇവിടെ ഈ ഡോട്ട് ലൈൻ. അതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റവും ഇതിന് പാരലാണ് ഈ ലൈൻ. ഈ സ്ട്രേറ്റ് ലൈൻ അതേപോലെ നീട്ടി. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെയും ആംഗിൾ തീറ്റയായിരിക്കും. അപ്പൊ തീറ്റ E1ന് ഇവിടെ തീറ്റ ഉണ്ടാക്കിയാൽ ഇതിനടുത്തുള്ള കമ്പോണന്റ്, ഈ ഡോട്ടിട്ടുള്ള കമ്പോണന്റ് ഏതായിരിക്കും? തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് E1 cos തീറ്റ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഏതായിരിക്കും? E1 sin തീറ്റ ആയിരിക്കും. അപ്പൊ E1നെ E1 cos തീറ്റ, E1 sin തീറ്റ ആയിട്ട് ഞാൻ മുറിച്ചു. ഇതുപോലെ E2നെ നോക്കുക. ഇനി വേറെ ഒന്നും വരയ്ക്കാനില്ല, അവിടെ തന്നെ ഉണ്ട്. E2 അവിടെ ഉണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാവുമല്ലോ. എന്താ കാരണം? ഈ രണ്ട് സൈഡുകളും തുല്യ നീളമാണ്, ഐസോസെലസ് ട്രയാംഗിൾ ആയിട്ട് നിൽക്കുകയാണ്. ഈ രണ്ട് സൈഡുകളും തുല്യ നീളമാണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമാവണം. അതുകൊണ്ട് ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നോക്കൂ, ഈ രണ്ട് ലൈൻസും പാരലാണ്. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും? ഇവിടെയുള്ള ഈ ആംഗിൾ ഞാൻ ഈ ടച്ച് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്തുള്ള ആംഗിളും തീറ്റയായിരിക്കും. എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ ആംഗിൾ തീറ്റയാവും, ഇവിടെയും ആംഗിൾ തീറ്റയാവും. അപ്പൊ ഇവിടെ തീറ്റ വരുന്ന സമയത്ത് E2നെ ഇവിടെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് E2 cos തീറ്റ ആക്കി. ഓൾറെഡി അവിടെ ആരുണ്ട്? E1ന്റെ കൊസൈൻ കമ്പോണന്റ് ഉണ്ട്. ഇപ്പൊ ആരുടെയും കൂടി വന്നു? E2ന്റെ കൊസൈൻ കമ്പോണന്റ് കൂടി വന്നു, E2 cos തീറ്റയും കൂടി വന്നു.
അപ്പൊ E2 കോസ് തീറ്റയും E1 കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിൽ അവിടെ എത്തി. ഇനി ആരാളുള്ളത്? E2 സൈൻ തീറ്റ എഴുതണം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് E2 ഇടയിൽ വരുന്ന രൂപത്തിൽ ഇനി താഴത്തേക്കാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതാ E2 സൈൻ തീറ്റ. അപ്പൊ E2 കോസ് തീറ്റയും E2 സൈൻ തീറ്റയും പെർപെൻഡിക്കുലർ ആയി, അതിന്റെ ഇടയിൽ E2 വന്നു. അപ്പൊ E2 സൈൻ തീറ്റ ഈ ഡയറക്ഷനില്, E2 കോസ് തീറ്റ ഈ ഡയറക്ഷനിൽ. ചുരുക്കി പറഞ്ഞാൽ E1 എന്ന് പറയുന്ന വെക്ടറിനെ E1 സൈൻ തീറ്റയും E1 കോസ് തീറ്റയാക്കി, E2 എന്ന് പറയുന്ന വെക്ടറിനെയും E2 കോസ് തീറ്റയും E2 സൈൻ തീറ്റയാക്കി. അതില് E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആണ് നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻസ്. ആരൊക്കെ വെർട്ടിക്കൽ കമ്പോണൻസ്? E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും. E2 സൈൻ തീറ്റയും E1 സൈൻ തീറ്റയും തുല്യമാണ്. കാരണം E1 E2 തുല്യം, അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പൊ E1 സൈൻ തീറ്റ ആൻഡ് E2 സൈൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്ത് കളയും. ഇനി ബാക്കി ആരാളുള്ളത്? ഇതാ നോക്കൂ, ലെഫ്റ്റിലേക്ക് ഏരോ മാർക്ക്. E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും. അപ്പൊ E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും കൂടി കൂട്ടിയാൽ ആകെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. P എന്നുള്ള പോയിന്റിൽ ആകെ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു E1 കോസ് തീറ്റയുടെയും E2 കോസ് തീറ്റയുടെയും ടോട്ടലാണ്. ഒരേ ഡയറക്ഷനിലായിരുന്നു, നേരെ കൂട്ടാം. സോ നോക്കൂ, ഇവിടെ E is equal to total electric field at P is equal to E1 cos theta plus E2 cos theta. E1 ഉം E2 ഉം തുല്യമാണ്, നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് 2E1 cos theta. രണ്ടെണ്ണത്തിന് E1 cos theta എന്ന് വിളിക്കാം. സോ 2E1 cos theta. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. E1 എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. കോസ് തീറ്റ എന്താ കോസ് തീറ്റ? കോസ് തീറ്റ ഈസ്, ഇവിടെ തീറ്റ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഞാൻ എഴുതിയത് തെറ്റിയതാണ്. ഇവിടെ A by BP ശരി. Cos theta is equal to A by BP. Adjacent side is A, hypotenuse is BP. ഈ സ്റ്റെപ്പ് വേണ്ട, തെറ്റാണ്. അത് കഴിഞ്ഞാൽ BP യുടെ സ്ഥാനത്ത് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. എന്താ BP അല്ലെങ്കിൽ AP? R square plus A square all raised to half. So cos theta is equal to A divided by BP is equal to A divided by R square plus A square all raised to half. അപ്പൊ cos theta കിട്ടി. E1 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1 by 4 pi epsilon 0 Q by R square plus A square. Therefore, total electric field E is equal to 2 into E1 in the സ്ഥാനത്ത് 1 by 4 pi epsilon 0 Q divided by R square plus A square into cos theta സ്ഥാനത്ത് A divided by R square plus A square all raised to half. ഇനി അതിൽ ഈ 2നെ നമുക്ക് ഈ A ന്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതി. 1 by 4 pi epsilon 0 Q into 2A divided by R square plus A square all raised to 3 by 2. എന്തിനാ Q into 2A എന്ന് ഒന്നിച്ചാക്കിയത്? നമുക്കറിയാം. ആരാ Q into 2A? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ P ആണ്. സോ ദിസ് ബിക്കംസ് E is equal to 1 by 4 pi epsilon 0 Q into 2A ന്റെ പകരം P എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ R square plus A square all raised to 3 by 2. ഇതാണ് കറക്റ്റ് ഫോർമുല. ഇക്വറ്റോറിയൽ ലൈനിലുള്ള P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉത്തരം 1 by 4 pi epsilon 0 P divided by R square plus A square all raised to 3 by 2. വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താണ് അപ്രോക്സിമേഷൻ? ഇഫ് ദിസ് ഡിസ്റ്റൻസ് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെന്ന് കരുതുക. ഏതിനെ അപേക്ഷിച്ച്? ഡൈപോളിന്റെ ലെങ്ത്തിന്റെ പകുതിയായിട്ടുള്ള A നെ അപേക്ഷിച്ച്. അപ്പൊ ഈ R ഈസ് മച്ച് മച്ച് ഗ്രേറ്റർ ദാൻ A. R സ്ക്വയർ വളരെ വളരെ വലുതാവും A സ്ക്വയറിനേക്കാളും. അതുകൊണ്ട് എന്തായി? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് കൂട്ടുന്ന സ്ഥലത്ത് നമുക്ക് A സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ R സ്ക്വയർ മാത്രമായിട്ട് എടുക്കാം. അപ്പൊ R സ്ക്വയർ പ്ലസ് A സ്ക്വയറിന്റെ സ്ഥാനത്ത് R സ്ക്വയർ ആക്കാം if R ഈസ് മച്ച് മച്ച് ഗ്രേറ്റർ ദാൻ A. Therefore, this equation becomes E is equal to 1 by 4 pi epsilon 0 P divided by R square all raised to 3 by 2. No, R square all raised to 3 by 2 the 2 cancel ചെയ്ത് പോയാൽ ബാക്കി ഉണ്ടാവുക R cube ആവും. So answer becomes 1 by 4 pi epsilon 0 P divided by R cube. അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിലെ വളരെ ദൂരത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ കാരണം എത്രയാണ് പറഞ്ഞത്? 1 by 4 pi epsilon 0 P by R cube. നേരത്തെ പറഞ്ഞ പോലെ ആക്സിയൽ ലൈനിലെ പറഞ്ഞ പോലെ തന്നെയാണ്. E is proportional to 1 by R cube ആണ്. E is proportional to 1 by R cube. ദൂരം കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കുറയുക? 1 by R cube പ്രകാരം കുറയും. ഇനി നമുക്ക് വെക്ടർ ആയിട്ട് കാണിക്കണല്ലോ. ഇത് ഡയറക്ഷൻ കൂടിയുള്ള ക്വാണ്ടിറ്റി അല്ലേ? Pക്കും ഡയറക്ഷൻ ഉണ്ട്, Eക്കും ഡയറക്ഷൻ ഉണ്ട്. നോക്കൂ, P ന്റെ ഡയറക്ഷൻ എങ്ങനെയാ? മൈനസ് Q ന്ന് പ്ലസ് Q വിളിക്കാം. ശ്രദ്ധിക്കുക, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ മൈനസ് Q ന്ന് പ്ലസ് Q വിളിക്കാം. അതായത് ഈ ഡയഗ്രാം പ്രകാരം ഇവിടെ ഞാൻ ഇടത് ഭാഗത്താണ് മൈനസ് Q കാണിച്ചിരിക്കുന്നത്, വലതു ഭാഗത്താണ് പ്ലസ് Q കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക്, റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടിയത്? നോക്കൂ, ലെഫ്റ്റിലേക്കാണ് അല്ലെ? അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക്, ഈ ചിത്രത്തിലെ ഡൈപോൾ മൊമെന്റ് റൈറ്റിലേക്ക്. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്
ഡൈപോൾ മൊമെന്റിന്റെ ഒപ്പോസിറ്റ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഒപ്പോസിറ്റ് ആകുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കാണിക്കണം. വെക്ടർ ആയിട്ട് കാണിക്കുമ്പോൾ നോക്കൂ, അപ്പൊ വെക്ടർ ഇ ഈസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് സൈൻ ഇട്ടു ഞാൻ -1/4πε0 വെക്ടർ പി ബൈ ആർ ക്യൂ. മാഗ്നിറ്റ്യൂഡ് ഈ പറഞ്ഞ പോലെ 1/4πε0 പി ബൈ ആർ ക്യൂ തന്നെയാണ്. പക്ഷെ ഡൈപോൾ മൊമെന്റിന്റെ ഒപ്പോസിറ്റ് ആയതുകൊണ്ട് പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്കുള്ള ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് -1/4πε0 പി ബൈ ആർ ക്യൂ. Electric field at any point on the equatorial line, if that distance is much greater than the dipole length, answer is 1/4πε0 p by r cube. Axial line electric field എത്രയായിരുന്നു? 1/4πε0 2p by r cube. ഇപ്പൊ കിട്ടിയത് 1/4πε0 p by r cube. അപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, what is the relation between axial electric field and equatorial electric field? Axial electric field 1/4πε0 2p by r cube. ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 p by r ക്യൂബ്. അപ്പൊ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് അതേ ദൂരത്ത് തന്നെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 times ഈ ഇക്വറ്റോറിയൽ. അല്ലെങ്കിൽ തിരിച്ചു എഴുതിയാൽ ഈ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഈ ആക്സിയൽ ഡിവൈഡഡ് ബൈ 2. പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് at any point on the axial line and equatorial line, which are equidistant for an electric dipole. ഒരേ ദൂരത്തിരിക്കുന്ന ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും പോയിന്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ റേഷ്യോ എത്രയാണ്? ഈ ആക്സിയൽ ഈസ് ടു ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2:1. അപ്പോ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് എവിടെ ഉണ്ടാവുള്ളൂ? ഇക്വറ്റോറിയൽ ലൈനിൽ അതേ ദൂരത്തിരിക്കുന്ന പോയിന്റിൽ ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം. അപ്പൊ നമ്മള് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിലും കിട്ടി, ഇക്വറ്റോറിയൽ ലൈനിലും കിട്ടി. അപ്പൊ ഒരു ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാം, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ വരയ്ക്കാൻ പല സമയത്തും ചോദിച്ച ചോദ്യമാണ്. എന്താ, ഡൈപോളിനെ ഇങ്ങനെ തന്നിട്ട് ചിലപ്പോൾ പ്ലസ് ക്യൂ ഇടത് ഭാഗത്താവും, -q. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് തിരിയും. അപ്പൊ എന്താണെങ്കിലും ഡൈപോൾ മൊമെന്റിന് എതിരായിരിക്കും ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ പ്ലസ് ക്യൂ ഇവിടെ -q ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട് വരും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അതിന് ഓപ്പോസിറ്റ് ആവും. ഇവിടെ ഞാൻ വരച്ചത് ഡൈപോൾ മൊമെന്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ്. എന്തായാലും ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് എവിടുത്തെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷൻ. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് മാഗ്നിറ്റ്യൂഡ് എവിടെ? ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇത്രയാണ് ടോപ്പിക്. ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും നമ്മൾ കണ്ടെത്താൻ പഠിച്ചു. അതിനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. Okay, thank you.